إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഷാമിലെ മദായിൻ കോട്ടകളെ കീഴടക്കിയതിന് ശേഷം ആ മദായിൻ കോട്ടകളിലേക്കൊരു യാത്ര ചെയ്യുന്നുണ്ട്. ആ യാത്രയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ സഹായിയായിട്ട് പോയിരുന്നത് അബൂ ഉബൈദത്ത് ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ അബൂ ഉബൈദയുടെ കൂടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദായിൻ കോട്ടകൾക്കടുത്തെത്തി. അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി രണ്ട് ചെരുപ്പും കയ്യിൽ പിടിച്ച് ഒരടിമ നടക്കുന്നത് പോലെ വളരെ തവാളുവോടുകൂടി വിനയത്തോടുകൂടി അദ്ദേഹം ആ കോട്ടയിലേക്ക് നടന്നു കയറി. അബൂ ഉബൈദ അദ്ദേഹത്തെ തടഞ്ഞിട്ട് പറഞ്ഞു, ഉമർ, ഇന്ന് നിങ്ങൾ ലോകം ഭരിക്കുന്ന രാജാവാണ്. ലോകത്തിൻ്റെ 3/4 ഭാഗവും നിങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിലാണ്. കിരീടം വെക്കാത്ത രാജാവാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു രാജാവ് എന്ന നിലക്ക് പിടിച്ചെടുത്ത സ്ഥലത്തേക്ക് അവിടെയുള്ള പ്രജകളെ സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരൽപ്പം ആർഭാടത്തോടെ നിങ്ങൾ വരേണ്ടതാണ്, ഇങ്ങനെ വിനയം കാണിക്കാൻ പാടില്ല എന്ന് ഉപദേശിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മദായിൻ കോട്ട മതിലുകളെ സാക്ഷ്യം നിർത്തി അബൂ ഉബൈദയോട് പറഞ്ഞ ചില വാക്കുകൾ, പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുത്തിവെക്കേണ്ട ഒരു കാര്യമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖൗമുൻ, നമ്മളൊരു വിഭാഗമാണ്, നമ്മളൊരു ജനതയാണ്. ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാത്ത, ആരും ശ്രദ്ധിക്കാത്ത മരുഭൂമിയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും മേയിച്ച് നടന്ന് ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയും പാലും മാംസവും ഭക്ഷിച്ച്
ഒന്നിനും കൊള്ളാത്തവരായി കല്ലിനെയും മുള്ളിനെയും മുന്നിൽ കാണുന്ന ദുർബലന്മാരായ പലതിനെയും നമ്മളെപ്പോലെ സൃഷ്ടികളായ പലതിൻ്റെ മുന്നിലും തലകുനിക്കുകയും കൈനീട്ടുകയും ആവശ്യങ്ങളും പരാതികളും ബോധിപ്പിക്കുകയും ചെയ്ത് ഒന്നിനും കൊള്ളാത്തവരായി ജീവിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ആ നിന്നതയിൽ നിന്നും ഒന്നുമല്ലായ്മയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദ് എന്ന പ്രകാശത്തിലൂടെ അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകി, പ്രതാപം നൽകി, അഭിമാനം നൽകി. ഇന്ന് നമ്മളിതാ ലോകത്തിൻ്റെ മുക്കാൽ ഭാഗവും പിടിച്ചെടുത്ത് കിരീടമില്ലാത്ത രാജാവായി അഭിമാനത്തോടെ ലോകത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന തൗഹീദിന്റെ പിൻബലം കൊണ്ടാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമൻ ഇബ്തഗൽ ഇസ്സത ബിഗൈരിൽ ഇസ്ലാം, ഈ തൗഹീദിലൂടെ അല്ലാതെ, ഈ ഇസ്ലാമിലൂടെ അല്ലാതെ, രാഷ്ട്രീയത്തിലൂടെയോ അതല്ലെങ്കിൽ അധികാരത്തിലൂടെയോ ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങളിലൂടെയോ ആരെങ്കിലും ഇസ്സത്തും അഭിമാനവും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതല്ലനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ നിന്യന്മാരാക്കി കളയും, ഒന്നിനും കൊള്ളാത്തവരാക്കി കളയും എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, തൗഹീദ് കൊണ്ട് അഭിമാനിക്കുകയും തൗഹീദിനെ മുറുകെ പിടിച്ച് അന്തസ്സോടെ ജീവിക്കുകയും ചെയ്യേണ്ട ഒരു സമുദായം നമ്മളെപ്പോലെ സൃഷ്ടികളായ ദുർബലന്മാരായ ആൾക്കാർക്ക് മുന്നിൽ തലയും കൈയും കുനിച്ചു നിന്ന് ആവശ്യങ്ങളും പരാതികളും ബോധിപ്പിക്കുന്ന രൂപത്തിൽ അധമന്മാരിൽ അധമനായി ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബിന്റെ വാക്കുകൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രജകളോട് പറയുകയുണ്ടായി. ബഗ്ദാദിന്റെ മണ്ണിൽ അദ്ദേഹം പറഞ്ഞു, വഅൻതും അദല്ലന്നാസ്, നിങ്ങൾ വളരെ നീചന്മാരായ മനുഷ്യരായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്യുകയും പെമ്മക്കളോട് വെറുപ്പ് കാണിക്കുകയും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ജീവിക്കുകയും ചെയ്ത ഒരു സമുദായം, അന്യന്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും അത് വേണ്ടതുപോലെ ഉപയോഗിക്കുകയും ചെയ്ത് ആർഭാടമായി ജീവിച്ച ഒരു കാലഘട്ടം. വഅഖല്ലന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ വളരെ തുച്ഛമായിരുന്നു, ആർക്കും വേണ്ടാത്ത, ഒരു രാജാവും ഭരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സമുദായമായി ജീവിച്ച നിങ്ങളിതാ ഇന്ന് അഅസ്സകുമുല്ലാഹു ബിൽ ഇസ്ലാം, തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിലൂടെ, തൗഹീദിന്റെ രാജപാതയിലൂടെ അള്ളാഹു ഇതാ നിങ്ങൾക്ക് ഇന്ന് അഭിമാനം നൽകിയിരിക്കുകയാണ്. ലോകത്ത് ഉന്നതന്മാരിൽ ഉന്നതന്മാരായി സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന, ഖിയാമത്ത് നാൾ വരെ പേര് പറയപ്പെടുകയും തർദിയത്ത് പറയപ്പെടുകയും ചെയ്യുന്ന ഒരു സമുദായമായി നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കാണിച്ചു തന്ന തൗഹീദിന്റെ മാർഗത്തിലൂടെ മാത്രമാണ് നിങ്ങൾ ഇസ്സത്ത് നേടിയെടുത്തത്. പറഞ്ഞു വരുന്ന പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളുടെ ഇസ്സത്തും അഭിമാനവും അത് തൗഹീദിലും സുന്നത്തിലുമാണ്. നമ്മൾ എപ്പോഴാണോ ആ തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുന്നത്, ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായം ഏതൊരു അഭിമാനത്തോടെയും ഏതൊരു ഇസ്സത്തോടും കൂടിയാണോ ജീവിച്ചത്, അതേ ഇസ്സത്തും പ്രതാപവും ഈ മുസ്ലിം സമുദായത്തിന് വീണ്ടും കിട്ടണമെങ്കിൽ നമ്മൾ തൗഹീദിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ശിഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത മുഖമുദ്രാവാക്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖമുദ്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിഞ്ചു കുട്ടിയോട് പഠിപ്പിച്ചു കൊടുത്തത് വഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. അത് തന്നെയാണ് പ്രിയമുള്ളവരെ തൗഹീദിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്, തൗഹീദിന്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് തന്നെയാണ്. അതാണ് ചെറിയ കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖമുദ്രയായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നിനക്ക് എന്ത് ആവശ്യങ്ങൾ വന്നാലും, നിന്റെ ജീവിതത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടാലും, കടബാധ്യതകളെ കൊണ്ട് പ്രയാസപ്പെട്ടാലും, നിന്റെ കൈകൾ ഉയരേണ്ടത്, നിന്റെ മനസ്സിൽ വരേണ്ടത് അള്ളാഹു മാത്രമായിരിക്കണം എന്ന അചഞ്ചലമായ വിശ്വാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തത്. അത് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആ തൗഹീദിലേക്കും സുന്നത്തിലേക്കും മടങ്ങാതെ ഈ മുസ്ലിം സമുദായം ഒരിക്കലും രക്ഷപ്പെടുകയില്ല, വിജയിക്കുകയില്ല എന്നാണ് പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കിയത്
വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. വളരെ വ്യക്തമായി അല്ലാഹു പറയുകയാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ തൗഹീദ് ഉൾക്കൊള്ളുകയും സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ചെയ്തവർ. വഅദല്ലാഹു അല്ലദീന ആമനൂ, വിശ്വാസികൾ, അവരോട് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. എന്താണ് വിശ്വാസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ മുഫസ്സിറുകളും വിശദീകരണം നൽകിയിട്ടുള്ളത് അല്ലദീന വഹദുല്ലാഹ്, അല്ലാഹുവിനെ ഏകനാക്കിയവർ, തൗഹീദിനെ മുറുകെ പിടിച്ചവർ, അവർക്കിത് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്. അതേപോലെ തന്നെ വഅമിലുസ് സാലിഹാത്ത്, സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നവർ, അവർക്കും ഇത് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അത് മുഫസ്സിർ വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നായകനായി ജീവിതത്തിന്റെ രീതികളെ ക്രമീകരിച്ചവൻ, ക്രോഡീകരിച്ചവൻ. എൻ്റെ ജീവിതം അതെൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ആയിരിക്കും. എൻ്റെ ജീവിതം അതെൻ്റെ റസൂല് കാണിച്ചെന്നതുപോലെ എൻ്റെ സാമ്പത്തിക മേഖലയായാലും, എൻ്റെ വൈവാഹിക കുടുംബ ജീവിത മേഖലയായാലും, എൻ്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലയായാലും ഞാൻ ജീവിക്കുന്നത് എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുപോലെ. അങ്ങനെ ജീവിക്കുന്നവർക്ക് അള്ളാഹു ഇതാ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്താ വാഗ്ദാനം ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ അടിവരയിട്ട് വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 3 കാര്യങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തു. 1, ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് അധികാരം നൽകാം. 2, ദുനിയാവിൽ നിങ്ങൾക്ക് അള്ളാഹു നിർഭയത്വം നൽകാം. ആരെയും പേടിക്കാതെ അഭിമാനത്തോടുകൂടി ഞാനൊരു മുവഹിദാണെന്നും ഞാനൊരു സലഫിയാണെന്നും ഏതൊരുത്തൻ്റെയും മുഖത്ത് നോക്കി ചെങ്കൂറ്റത്തോടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും. എപ്പോ? ആയത്തിന്റെ അവസാന ഭാഗം അള്ളാഹു വിശദീകരിക്കുന്നു, തഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബി ശൈഅ, നിങ്ങൾ എന്നെ ഏകനാക്കുകയും എന്നെ മാത്രമാക്കുകയും തൗഹീദ് മുറുകെ പിടിക്കുകയും ശിർക്കിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്താൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവനെ, ആലോചിക്കേണ്ടത് ഈ ആയത്തിൻ്റെ ഒക്കെ പ്രസക്തി ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഇന്നാണ് ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും. ഇല്ലേ? എത്ര മനുഷ്യന്മാരാണ് നിർഭയത്വമില്ലാതെ ഓരോ പ്രഭാതത്തിലും ഒന്നുകിൽ എൻ്റെ പൗരത്വം നഷ്ടപ്പെടും, അതല്ലെങ്കിൽ എൻ്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെടും, അതല്ലെങ്കിൽ എൻ്റെ കുടുംബങ്ങൾ ഛിന്നഭിന്നമാക്കപ്പെടും, എൻ്റെ പെൺമക്കളും ഭാര്യമാരും പെങ്ങളും ഉമ്മമാരും ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ഒരു നിർഭയത്വവുമില്ലാതെ ആരെയൊക്കെയോ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് നിർഭയത്വമുള്ള ഒരു രാജ്യം, നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദീനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഞാനൊരു മുവഹിദാണെന്ന് വെട്ടിത്തുറന്ന് പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്നപോലെ വേഷവിധാനങ്ങളെ ചിട്ടപ്പെടുത്താനും നിങ്ങൾക്ക് അള്ളാഹു സൗകര്യം ഒരുക്കിത്തരും. അള്ളാഹു സ്വാതന്ത്ര്യം നൽകും. എപ്പോ? നിങ്ങൾ ശിർക്കിനെയും ജാറങ്ങളെയും ഒഴിവാക്കുകയും അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് മാത്രം മടങ്ങി വരികയും ചെയ്താൽ. തൗഹീദാണ് പ്രിയമുള്ളവരെ എല്ലാത്തിൻ്റെയും അഭയസ്ഥാനമായി അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ചില ഹദീസുകൾ നമ്മൾ ഇന്നത് പഠിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചും ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചുമാണ് റസൂൽ അന്ന് പറഞ്ഞത് നമുക്ക് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള ചില ഹദീസിന്റെ വരികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഇദാ തബായഅതും ബിൽ ഈന വഅഖദ്തും അദ്നാബൽ ബഖർ വറളീതും ബിസ്സറ വതറക്തുമുൽ ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ചില വാക്കുകളാണ്. വളരെ ഗൗരവത്തോടു കൂടി വിശ്വാസികൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഇദാ തബായഅതും ബിൽ ഈന, നിങ്ങൾ ഈന കച്ചവടം ചെയ്താൽ, ഈന എന്ന് പറഞ്ഞാൽ പല വിശദീകരണങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാകത്തുക ഹറാമായ പലിശയടങ്ങുന്ന കച്ചവടം നിങ്ങൾ ചെയ്താൽ എന്നർത്ഥം. പലിശ യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വരും. അന്ന് മുവഹിദ് എന്നില്ല, സലഫി എന്ന് പറയപ്പെടുന്ന, മുവഹിദ് എന്ന് പറയപ്പെടുന്ന, സുന്നത്തിനെ സ്നേഹിക്കുകയും അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചവരും പലിശയുമായി ബന്ധപ്പെടും, ആരും കാണാതെ രഹസ്യമായി കൊണ്ട്. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? അതല്ല, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്നവർ ഒരു ഉളുപ്പുമില്ലാതെ പലിശ തിന്നുകൊണ്ട് സമുദായത്തിൽ മാന്യന്മാരായി ജീവിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇദാ തബായഅതും ബിൽ ഈന, നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു കാലഘട്ടം വരും. അതുകൊണ്ടുമായില്ല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഅഖദ്തും അദ്നാബൽ ബഖർ വറളീതും ബിസ്സറ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തും
നിങ്ങളുടെ കച്ചവടങ്ങളും നിങ്ങളുടെ കുടുംബവും ഇതിൽ മാത്രം നിങ്ങൾ ഒതുങ്ങും, അതിൽ തൃപ്തിപ്പെടും. ഒരു ഭാഗത്ത് ആത്മീയ ചൂഷണങ്ങൾ, മറുഭാഗത്ത് ജാറ വ്യവസായങ്ങൾ. അങ്ങനെ ഈ മുസ്ലിം സമുദായത്തിനെ കൊള്ളയടിക്കുന്ന രൂപത്തിൽ പല രൂപത്തിലും പലരും ചൂഷണം ചെയ്യുമ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എനിക്കിതിലൊന്നും ഒരു പങ്കില്ല. എനിക്കെൻ്റെ കച്ചവടം, എനിക്കെൻ്റെ കുടുംബം, അതിൽ മാത്രം തൃപ്തിപ്പെട്ടവർ, അതായത് ദഅവത്തിന്റെ മാർഗം മറന്നവർ. പ്രിയമുള്ളവർ, ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ നാട്ടിൽ പുതിയൊരു ജാറ വ്യവസായം വരുമ്പോൾ, നമ്മുടെ നാട്ടിൽ പുതിയൊരു ആത്മീയ ചൂഷണം നടക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. എന്തുകൊണ്ട് നിനക്ക് സമൂഹത്തിൽ ഇറങ്ങി അത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല? നിനക്ക് സൗകര്യങ്ങളില്ലേ? നിനക്കിവിടെ സ്വാതന്ത്ര്യമില്ലേ? നിന്റെ ദീനും നീ പഠിപ്പിക്കുന്ന ആദർശവും ഇവിടെ ദഅവത്ത് ചെയ്യാൻ, പ്രബോധനം ചെയ്യാൻ അള്ളാഹു നിനക്ക് സൗകര്യം ഒരുക്കി തന്നിട്ടില്ലേ? അതിന് സ്വാതന്ത്ര്യമില്ലേ? സമ്പത്തില്ലേ? ആരോഗ്യമില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാട്ടിൽ തഴച്ചു വളരുന്ന ഓരോ അനാചാരങ്ങൾക്കും, ഓരോ അന്ധവിശ്വാസങ്ങൾക്കും, ഓരോ ശിർക്കൻ ആദർശവാദങ്ങൾക്കും മറുപടി പറയേണ്ടതും അതിനെതിരെ ശബ്ദിക്കേണ്ടതും സലഫികൾ എന്ന് പറയുന്ന അള്ളാഹു തൗഹീദിന്റെ വെള്ളി വെളിച്ചം മനസ്സിൽ പാകിയിട്ടുള്ള ഇരിക്കുന്ന ഓരോരുത്തരും ഉത്തരവാദികളായിരിക്കും അതിനെതിരെ പടപൊരുത. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവർ ദഅവത്തിന്റെ മാർഗങ്ങളും മറക്കും. സ്വന്തം ജീവിതം, സ്വന്തം കച്ചവടം, ഇതിലവർ ഒതുങ്ങിക്കൂടും. ഒരാളെ എന്തെങ്കിലും ദഅവത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അവർ പറയും, എനിക്ക് കച്ചവടമുണ്ട്, എനിക്ക് എൻ്റെ കുടുംബമുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ സഹാബാക്കൾ അവരുടെ കുടുംബവും അവരുടെ സമ്പത്തും അവരുടെ കൃഷിയിടങ്ങളും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴിവാക്കിക്കൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പദവാഹകരായി ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തത്. ഒരുപാട് ചരിത്രം നമുക്കറിയുന്നതാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തൗഹീദിന്റെ പതാകയുമായി സഹാബാക്കളെ നിയോഗിക്കുമ്പോൾ അവരാരും പറഞ്ഞില്ല, എനിക്കെന്റെ കുടുംബമുണ്ട്, കച്ചവടമുണ്ട്, കൃഷിയുണ്ടെന്ന്. തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ ആ പ്രിയപ്പെട്ട സഹാബാക്കൾ, പട്ടിണിപ്പാവങ്ങളായ സഹാബാക്കൾ തബൂക്കിന്റെ മണ്ണിലേക്ക് പുറപ്പെടുമ്പോൾ മദീനയിലെ കൃഷിഭാഗമായ സമയം, ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കൃഷി ചെയ്ത മണ്ണിൽ ആ കൃഷി വിളവെടുക്കാനിരിക്കുന്ന സമയം റസൂലിന്റെ വിളി വരികയാണ്, നിങ്ങൾ തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണം. മനസ്സോടെ ആ കൃഷിയും സമ്പത്തും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹാബാക്കൾ തബൂക്കിന്റെ മണ്ണിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, എല്ലാ സൗകര്യങ്ങളും എല്ലാം സജ്ജമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദഅവത്തിൽ നിന്നും പിന്മാറിയാൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതാണ് ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്. അതേപോലെ വതറക്തുമുൽ ജിഹാദ, നിങ്ങൾ ജിഹാദിനെ ഒഴിവാക്കുകയും ചെയ്താൽ, 3 രൂപത്തിലുള്ള ജിഹാദാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്ന്, അൽ ജിഹാദു ബിസ്സുയൂഫ്, വാളുകൾ കൊണ്ടുള്ള ജിഹാദ്. അത് നമ്മുടെ നാട്ടിൽ പ്രസക്തമല്ല, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. രണ്ടാമത്തത് അൽ ജിഹാദു ബിൽ ഇൽമ കൊണ്ടും അറിവ് കൊണ്ടുമുള്ള ജിഹാദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മുടെ നാട്ടിലെ ഓരോ വീടുകളിലും, ഓരോ കൂരകളിലും, ഓരോ വ്യക്തികളിലും എത്തിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഓരോ വീട്ടിലും കയറണം, ഓരോ വ്യക്തികളെയും കാണണം, പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശ ആശയങ്ങൾ അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തണം. തീർച്ചയായും റബ്ബ് നമ്മളോട് ചോദിക്കും. അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനുവേണ്ടി പണ്ഡിതന്മാരെ സജ്ജീകരിക്കണം. അതിനുവേണ്ടി മഹല്ല് കമ്മിറ്റികൾ രംഗത്തേക്ക് ഇറങ്ങണം. സമ്പത്ത് ഒരുമിച്ച് കൂട്ടണം. അതിനുവേണ്ടി പരിശ്രമിക്കാൻ യുവാക്കൾ ഇറങ്ങണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ മാന്യന്മാരും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ കച്ചവടം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ മറ്റുള്ള സാമ്പത്തിക മേഖലകൾ, നമ്മുടെ കുടുംബം, ഇതുമായി ഇങ്ങനെ സുഖമായി ജീവിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ വന്നാൽ സല്ലല്ലാഹു അലൈക്കും ദുല്ല, അള്ളാഹു നിങ്ങൾക്ക് നിന്നത അടിച്ചേൽപ്പിക്കുന്നതാ. നിങ്ങൾക്ക് പിന്നെ വായി തുറന്നുകൊണ്ട് ഞാനൊരു മുവഹിദാണെന്ന് പറയാനുള്ള ധൈര്യം, ചങ്കൂറ്റം നിങ്ങൾക്ക് ഉണ്ടാകൂല. കുടുംബത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി പ്രിയപ്പെട്ട ഹബീബിന്റെ സുന്നത്തിനെ വടിച്ചു കളയാൻ ഒരു മടി നിങ്ങളുടെ മനസ്സിലുണ്ടാകൂല. പലിശ തിന്നാൻ ഒരു ഉളുപ്പ് നിങ്ങൾക്ക് ഉണ്ടാകൂല. അന്യന്റെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കാൻ ഒരു ഉളുപ്പും വേദനയും നിങ്ങൾക്ക് മനസ്സിലുണ്ടാകൂല. കാരണം അള്ളാഹു നിന്നത് നിങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നതാ. നിങ്ങൾ ജീവിക്കും ഭീരുക്കളെ പോലെ, അഭിമാനമില്ലാത്തവരെ പോലെ, ഒന്നിനും കൊള്ളാത്ത ചണ്ടികളെ പോലെ നിങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുക. റസൂൽ അവസാനം പറയുകയാണ്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ
മുൻഗാമികൾ ജീവിച്ചതുപോലെ അഭിമാനത്തോടെ അന്തസ്സോടെ ഇസ്സത്തോടെ നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹത്താ തർജിഉ ഇലാ ദീനിക്കും, തൗഹീദിലേക്ക് മടങ്ങാതെ നിങ്ങളെ കൊണ്ടത് സാധിക്കുകയില്ല. ജാറങ്ങളെ പൊളിച്ചു കളഞ്ഞ് മനസ്സിലുള്ള മൂർത്തികളൊക്കെ വലിച്ചെറിഞ്ഞ് അള്ളാഹു അല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും ഭാവകളെയും ബീവിമാരെയും മനസ്സിൽ നിന്നും വലിച്ചെറിഞ്ഞ് ഏകനായ ഖഹാറായ വഹാബായ അള്ളാഹുവിലേക്ക് മാത്രം തിരിയുന്ന മനസ്സിന്റെ ഉടമകളായി കൈകൾ റബ്ബിലേക്ക് ഉയർത്തുന്നവരായി നിങ്ങൾ മടങ്ങാതെ, പ്രിയമുള്ളവരെ, അള്ളാഹു നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച നിന്നതയെ അള്ളാഹു എടുത്തു കളയുന്നതല്ല. ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസ് സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, യൂഷികുൽ ഉമമു അൻ തദഅ അലൈക്കും, ഇതാ മറ്റു സമുദായങ്ങൾ നിങ്ങളുടെ മേൽ പാഞ്ഞെടുക്കാനിരിക്കുന്നു. മറ്റു സമുദായക്കാർ നിങ്ങളെ ഇതാ പ്രയാസപ്പെടുത്താനിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളെ അവർ ചൂഷണം ചെയ്യും, നിങ്ങളുടെ കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കി കളയും, നിങ്ങളുടെ നാടുകളെ ഫസാദാക്കി കളയും. മനസ്സിന് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവരായി ഒന്നിനും കൊള്ളാത്ത ചണ്ടികളെ പോലെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം വരും. ഏതുപോലെ ഒരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കമാ അൻ തദഅ അൽ അകലതു ഇലാ സഅഖതിഹാ, ഒരു ഭക്ഷണ പാത്രത്തിലേക്ക് വിശന്നു വലഞ്ഞ മനുഷ്യർ അവരുടെ കൈകൾ കടത്തുന്നത് പോലെ മറ്റു സമുദായങ്ങൾ ഈ സമുദായത്തിന്റെ മേൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ഭരണങ്ങൾ മാറി മാറി വരുന്നതനുസരിച്ച് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടും, മുസ്ലിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടും, പല രൂപത്തിലും ചൂഷണങ്ങൾ ചെയ്യപ്പെടും. ഒന്നിനും കൊള്ളാത്തവരായി സമൂഹത്തിൽ ചണ്ടികളെ പോലെ ജീവിക്കുന്ന ഒരു സമുദായമായി മാറും ഈ സമുദായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു, വഖാല ഖായിലുൻ മിൻ അസ്ഹാബി, റസൂൽ സദസ്സിൽ നിന്നൊരു സഹാബി റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അഖില്ലത്തിൻ യൗമഇദി യാ റസൂലല്ലാഹ്, അന്നത്തെ ദിവസം നമ്മൾ വളരെ കുറച്ചായിരിക്കുമോ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ വഅൻതും യൗമഇദിൻ കസീർ, നിങ്ങളന്ന് ഒരുപാടുണ്ടാവും, ഒരുപാട് മുതലാളിമാരുണ്ടാവും, ഒരുപാട് പണ്ഡിതന്മാരുണ്ടാവും, സമൂഹത്തിൽ ഒരുപാടുണ്ടാവും. നിങ്ങൾ ഒരു ജാഥയൊക്കെ വിളിച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന് വഅൻതും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മഴവെള്ളപ്പാച്ചലിൽ ഒലിച്ചിറങ്ങുന്ന ചണ്ടി ചവറുകളെ പോലെയായിരിക്കും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ. പേരുകൊണ്ട് മാത്രം മുസ്ലിമായവർ, വേഷത്തിലോ വസ്ത്രത്തിലോ സംസ്കാരത്തിലോ സ്വഭാവത്തിലോ ഇസ്ലാം എന്തെന്ന് പോലും അറിയാത്തവർ, തൗഹീദില്ലാത്തവർ, ജാറങ്ങൾക്കും മനുഷ്യർക്കും മുന്നിൽ തലകുനിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഒന്നിനും കൊള്ളാത്തവരായി ഈ സമുദായത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവസാനം പറയാണ്, ഇതിനൊക്കെ നിങ്ങൾക്ക് മടക്കം വേണോ? ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങുക, അതുകൊണ്ടല്ലാതെ നിങ്ങൾ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പറയുന്നത് പ്രിയമുള്ളവരെ, തൗഹീദും സുന്നത്തും കൊണ്ടല്ലാതെ ദുനിയാവിൽ രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ ആ തൗഹീദും സുന്നത്തും നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ കൊണ്ടല്ലാതെ പ്രിയമുള്ളവരെ തൗഹീദ് എന്തെന്ന് തിരിച്ചറിയാനും സുന്നത്ത് എന്തെന്ന് മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞതുപോലെ, ഒരു കാലഘട്ടത്തിൽ ഒരു രാജാവും ഭരിക്കാൻ ഇഷ്ടപ്പെടാത്ത ക്രൂരന്മാരായ ആർക്കും വേണ്ടാത്ത മരുഭൂമിയിലെ കാട്ടറബികളെ പോലെ ജീവിച്ച ഒരു സമുദായം പിന്നീട് ലോകത്തറിയപ്പെടുന്ന ഉന്നതന്മാരായി ഖിയാമത്ത് നാൾ വരെ ദുആ ചെയ്യപ്പെടുന്ന ഒരു സമുദായമായി പേര് പറയപ്പെടുന്ന സ്മരിക്കപ്പെടുന്ന ഒരു വിഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിച്ചത് പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ആ ഖുർആൻ കൊണ്ടല്ലാതെ ഈ ഉമ്മത്തിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഖുർആൻ പഠിക്കണം, ഖുർആനിന്റെ വക്താക്കളാകണം. എന്താണോ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് അതെന്തെന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തരും സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുക, പരിശുദ്ധ ഖുർആൻ എത്ര ആയത്തുകൾ തെറ്റുകൂടാതെ, അക്ഷരത്തെറ്റുകൂടാതെ, തജ്വീദോടുകൂടി എങ്ങനെയാണോ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് അത് ഓതാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ഓരോരുത്തരും സ്വന്തം വിലയിരുത്തുക. അതുപോട്ടെ, പരിശുദ്ധ ഖുർആനിന്റെ നമ്മളെല്ലാ ദിവസവും ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയെങ്കിലും അതിന്റെ അർത്ഥം അറിഞ്ഞോതാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അതും പോട്ടെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും മനഃപ്പാടമുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ് പോലെ, അതുപോലെ സൂറത്തുൻ നാസ് പോലെ, ആ ചെറിയ സൂറത്തെങ്കിലും അതിന്റെ അർത്ഥം അറിഞ്ഞൊന്ന് പഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ഒരു കാലഘട്ടത്തിൽ പഠിക്കുന്ന മക്കൾ നമ്മോട് വന്നിട്ട് ചോദിക്കുമ്പോൾ, ഉപ്പ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്?
ഈ ആയത്ത് കൊണ്ട് അള്ളാഹു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും? പ്രിയമുള്ളവരെ, നമ്മൾ വയസ്സൊരുപാടായില്ലേ, താടി മുടിയൊക്കെ നരച്ചില്ലേ, ഖബറിലേക്ക് അടുത്തില്ലേ, യാത്ര അടുത്തിരിക്കുകയല്ലേ, ദുനിയാവിന്റെ ജീവിതം വളരെ തുച്ഛമാണ്, എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് കാണിച്ചിട്ട് ഈ ഒരു കിതാബാണെന്നറിയാം, അതല്ലാതെ അതിൻ്റെ അപ്പുറം ഇതെന്റെ ജീവിതത്തിന്റെ മാർഗരേഖയാണെന്നും ഇതിലൂടെ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ഖുർആനാണ് എൻ്റെ ജീവിത രീതിയെന്നും പറയാൻ ചങ്കൂറ്റമുള്ള ആരെങ്കിലും പ്രിയമുള്ളവരെ ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പഠിക്കണം പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാറ്റി മാറ്റണം. എന്താണ് ഖുർആനിലൂടെ അള്ളാഹു എന്നോട് സംസാരിക്കുന്നതെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. എങ്കിലേ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുകയുള്ളൂ. സഹാബാക്കൾ മാറിയതുപോലെ തൗഹീദിന്റെ വെള്ളി വെളിച്ചത്തിൽ ആ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മൾ ആദ്യമായി മുൻകരുതലെടുക്കേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ ആൾക്കാരായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ അന്നി വഅൻകും വഅൻ ജമീൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഏറെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനാൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് തൗഹീദും സുന്നത്തും കൊണ്ടല്ലാതെ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നാൽ ആ തൗഹീദും സുന്നത്തും നേടിയെടുക്കേണ്ടത് അത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. പരിശുദ്ധ ഖുർആൻ പഠിക്കാതെ പ്രിയമുള്ളവരെ നമുക്ക് ദീൻ എന്താണെന്ന് തിരിച്ചറിയാൻ സാധ്യമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ ദിവസം ഹിജറ 9-ാം വർഷം, റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന ഹിജറ 11-ന്, ആ 9-ാം വർഷം മക്കം ഫതഹിന്റെ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് വന്നു. ആ വരുന്ന രംഗം ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. വയസ്സായി ക്ഷീണിച്ച് മുതുക് വളഞ്ഞ് 2 പേരുടെ തോളിൽ കൈയിട്ട് കാലുകൾ നിലത്ത് വലിച്ചിഴച്ചുകൊണ്ടാണ് അദ്ദേഹം റസൂലിന്റെ സദസ്സിലേക്ക് വന്നത്. അത്രയും പ്രായം ചെന്ന മനുഷ്യൻ. സൂര്യപ്രകാശം അടിച്ച് അദ്ദേഹത്തിന്റെ തലയിലെ വെളുത്ത രോമങ്ങൾ, മുടികൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു സൂര്യനെ പോലെ. അദ്ദേഹം സദസ്സിലേക്ക് വന്നു, ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹിയുടെ സദസ്സ് മുസ്ലിമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഈ മനുഷ്യന് അല്ലിമു അൽ ഖുർആൻ, ഈ മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ആലോചിക്കണം, 90 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരോടും റസൂലിന്റെ കൽപ്പനയും അത് തന്നെയായിരുന്നു, നിങ്ങൾ ഖുർആൻ പഠിക്കണം. കാരണം ഖുർആൻ കൊണ്ടല്ലാതെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം നന്നാക്കാൻ, മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങൾ ഖുർആൻ പഠിക്കുക. ആ ഖുർആനിലൂടെ അല്ലാതെ നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ വീട്ടിൻ്റെ ചിട്ടകൾ, രീതികൾ ഇതൊന്നും നന്നാക്കാൻ ഖുർആൻ കൊണ്ടല്ലാതെ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറയുകയുണ്ടായി, അല്ലാഹുവിന് വഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്, ചില അടുത്ത ആൾക്കാരുണ്ട്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ചില ആൾക്കാർ. സഹാബാക്കൾ ചോദിച്ചു, റസൂലെ ആരാണ് അവർ? അള്ളാഹിൻ്റെ അടുത്ത ആൾക്കാർ, അള്ളാഹിൻ്റെ കുടുംബക്കാരെ പോലെ അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ട, അള്ളാഹു തെരഞ്ഞെടുത്ത പ്രത്യേകമാക്കപ്പെട്ട ആൾക്കാർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹിൻ്റെ അടുത്ത ആൾക്കാരെന്ന് പറയുന്നത് അഹ്ലുൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ ആൾക്കാരാണ്. വഖാസത്തു, അവർ അള്ളാഹിൻ്റെ പ്രത്യേക ആൾക്കാരാണ്, അള്ളാഹു സെലക്ട് ചെയ്ത ആൾക്കാരാണ്. ഈ ഖുർആൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഖുർആൻ തലയിൽ വെച്ച് നടക്കുന്ന ആളാണോ? അല്ല. ഖുർആൻ പഠിക്കുന്ന, അത് പഠിപ്പിക്കുന്ന, ആ ഖുർആനിൻ്റെ അധ്യാപനങ്ങളനുസരിച്ച് ജീവിക്കുന്നവർ, ആ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ പ്രബോധനം ചെയ്യുന്നവർ, മറ്റുള്ള വീടുകളിലേക്കും വ്യക്തികളിലേക്കും എത്തിച്ചു കൊടുക്കുന്നവർ, അതാണ് ഖുർആൻ്റെ ആൾക്കാരെന്ന് വിവക്ഷ പറയുന്നത്. ആ ഖുർആൻ്റെ ആൾക്കാർ അള്ളാഹുവിൻ്റെ ആൾക്കാർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഖുർആൻ പഠിക്കണം, സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇന്നിതാ
വരാനിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസം നമ്മുടെ കാനങ്ങാട് വെച്ച് MSM നടത്തുന്ന വെളിച്ചം ഖുർആൻ സമ്മേളനം നമ്മളത് പങ്കെടുക്കണം. നമ്മളെ കുടുംബക്കാരെ കൂട്ടി നമ്മൾ പോകണം. ഭാര്യയെയും മക്കളെയും പെങ്ങന്മാരെയും ഉമ്മമാരെയും നമ്മൾ ഒരിക്കലെങ്കിലും ഖുർആനെ സംബന്ധിച്ച് പഠിക്കാൻ, മരിക്കുന്നതിന് മുമ്പ് എന്താണ് ഖുർആൻ എന്ന് തിരിച്ചറിയാൻ, ഈ ഖുർആൻ എന്താണ് അടങ്ങിയിട്ടുള്ളത്. ഇത് വെറും മരണ വീട്ടിലും അതല്ലെങ്കിൽ ഒരു ചടങ്ങ് പോലെ തീർക്കേണ്ട കാര്യമല്ല. അത് നമ്മുടെ ജീവിത രീതിയാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെ മരിക്കണം, മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കും എന്ന് അള്ളാഹു നമ്മോട് പറയുന്ന ആ കിതാബിനെ സംബന്ധിച്ച് നമ്മുടെ ഭാര്യമാര് കേൾക്കട്ടെ, നമ്മുടെ മക്കൾ കേൾക്കട്ടെ, ഉമ്മമാരും പെങ്ങന്മാരും കേൾക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പരിശുദ്ധ ഖുർആൻ തുറന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഒരായത്തെങ്കിലും വായിക്കാനും പഠിക്കാനും നമ്മുടെ ഉമ്മമാരൊക്കെ തയ്യാറാകട്ടെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് എല്ലാവരും തൻ്റെ എല്ലാ കുടുംബക്കാരെയും കൂട്ടി ആ പരിപാടിയിലേക്ക് എത്തണം. ഞായറാഴ്ച 18-ാം തീയതി കാനങ്ങാട് വെച്ച് നടക്കുന്ന ആ പ്രോഗ്രാമിൽ നമ്മളെ കുടുംബക്കാരും വന്നിട്ടുണ്ടെന്ന് ഓരോരുത്തരും ഉറപ്പിക്കണം. അതുമാത്രമല്ല, നമ്മുടെ ആ പരിപാടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഓരോ വ്യക്തിയുടെ വീട്ടിലും അതേപോലെ ഓരോ വ്യക്തിയുടെ മനസ്സിലും എന്താണ് ഖുർആൻ എന്നും ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്ന വളരെ സജ്ജീകരിച്ചിട്ടുള്ള, വളരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മഹത്തായ ഒരു സമ്മേളനമാണ് പ്രിയമുള്ളവർ നടക്കാനിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ ഭാഗഭാക്കാകണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരുപാട് ചെലവുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നുണ്ട്. ഇതാരും വിചാരിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെയോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെയോ ഒരു ജോലിയോ പണിയോ അല്ല. ഈ സമുദായത്തിൻ്റെ, ഈ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് കഴിവിൻ്റെ പരമാവധി സംഭാവനകൾ ചെയ്യണം. നമ്മുടെ പ്രോഗ്രാമിനെ വിജയിപ്പിക്കണം. അതുപോലെ കുടുംബത്തിൻ്റെ സമേതം ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം. അയൽവാസികളിലേക്കും നാട്ടുകാരിലേക്കും അതിൻ്റെ സന്ദേശം നമ്മൾ എത്തിച്ചു കൊടുക്കുകയും അതിൻ്റെ ഒരു ഭാഗഭാക്കാകാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയും ചെയ്യണം. അള്ളാഹു അത്തരത്തിലുള്ള ദീനി ദഅവത്തിൻ്റെ പ്രബോധന മേഖലയിലുള്ള പരിശ്രമങ്ങളെ, അതിൻ്റെ കുറവുകളൊക്കെ പരിഹരിച്ച് അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയ മാതാപിതാക്കൾ, അയൽവാസികൾ, ആദർശ സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ثيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.